നമസ്കാരം, എൻ്റെ പേര് നിതിൻ പ്രതാപൻ. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു സാധാരണക്കാരൻ യൂട്യൂബ് ചാനൽ. ഇന്ന് കമ്മാൽ സംഭവം റിലീസായി. ഞാൻ എന്നിട്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു മിക്സഡ് റിവ്യൂ ആണ് കേട്ടത്. പലരും പറഞ്ഞു ഒരു ഏവറേജ് പടമാണ്, പലർക്കും പടം ഇഷ്ടമായി, നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ കുറേ പേര് പറഞ്ഞു അത്രയ്ക്ക് നല്ല പടം നല്ലതാണ്. പേഴ്സണലി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫ് വളരെയധികം എൻ്റർടൈനിങ്ങും അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫ് വലിയ മോശമില്ലാതെയാണ് ഈ മൂവി പോയേക്കുന്നത്. മുരളി ഗോപി എഴുതി രതീഷ് എമ്പാട്ട് ഡയറക്റ്റ് ചെയ്ത പടമാണ് കമ്മാൽ സംഭവം. ശരിക്കും രതീഷ് എമ്പാട്ടിൻ്റെ ഡെബ്യൂട്ട് മൂവിയാണ്, പക്ഷേ അതിൻ്റെ യാതൊരു കുറവില് കണ്ടില്ല. നല്ല എക്സ്പീരിയൻസ്ഡ് ഡയറക്ടറിൻ്റെ മൂവി തന്നെയായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത്. ഈ പടം ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും രണ്ട് ടൈം പീരീഡിലാണ് നടക്കുന്നത്. ഫസ്റ്റ് ഹാഫ് എന്ന് പറയുമ്പോൾ 1945 പീരീഡിലാണ് നടക്കുന്നത്. സെക്കൻഡ് ഹാഫ് പ്രസന്റ് ഡേ ആണ്. ഫസ്റ്റ് ഹാഫിൽ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രിട്ടീഷ് ഭരണം, ജന്മികൾ, അവരുടെ അടിയിലുള്ള സ്ട്രഗിൾ, പിന്നെ ഒരു ഫ്രീഡം ഫൈറ്റ്, അങ്ങനെയുള്ള കുറേ പ്ലോട്ടുകൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നു. ഫുള്ള് സീരിയസ് ആയ പ്ലോട്ടാണ്. ഇതിൽ പല സാഹചര്യങ്ങൾ വരുന്നുണ്ട്. ദിലീപിൻ്റെ പ്രണയം, അത് നേടാനുള്ള ദിലീപ് കാണിച്ചു കൂട്ടുന്ന കുറച്ച് കാര്യങ്ങൾ, സ്വാതന്ത്ര്യ സമരം, പിന്നെ കുറേ റെവല്യൂഷൻ, അതേപോലെയുള്ള കുറേ ഇതിൽ കടന്നു പോവുകയാണ്. അതിൻ്റെ ഇടയിൽ ഈ സിനിമയിൽ തന്നെ കുറേ റിവെഞ്ച് വരുന്നുണ്ട്, ഈ പ്രണയം വരുന്നുണ്ട്, പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് വരുന്നത്. ഇത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോൾ കഥ മൊത്തത്തിൽ മാറുകയാണ്. ടോട്ടലി ഡിഫറെൻ്റ് ആയൊരു അൺഎക്സ്പെക്റ്റഡ് ആയൊരു ട്വിസ്റ്റിലേക്കാണ് പോകുന്നത്. ഫസ്റ്റ് ഹാഫിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് ഒട്ടും പ്രഡിക്റ്റബിൾ അല്ല എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലേക്ക് മാറുമ്പോൾ നമുക്ക് സെക്കൻഡ് ഹാഫ് എത്തുമ്പോൾ നമുക്ക് തോന്നും ഇതേ പടം തന്നെയാണ് നമ്മൾ ഫസ്റ്റ് ഹാഫിൽ കണ്ടതെന്ന്. കാരണം അത്രയ്ക്ക് ഡിഫറെൻ്റ് ഒരു പ്ലോട്ടാണ് ഇവിടെ നടക്കുന്നത്. ഒരു സിനിമയുടെ ഉള്ളിലൊരു സിനിമയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. സെക്കൻഡ് ഹാഫ് വളരെയധികം എൻ്റർടൈനിങ് തന്നെയാണ്. പക്ഷെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ കാണുന്ന ഒരു സീരിയസ്നെസ്സോ ഒന്നും സെക്കൻഡ് ഹാഫിലില്ല. പിന്നെ സെക്കൻഡ് ഹാഫ് എത്തുമ്പോഴേക്കും ഒരു ക്ലീഷേ ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട് ചെറിയ രീതിയിൽ. വളരെയധികം വൺ ഡൈമെൻഷനലായി പോയി സെക്കൻഡ് ഹാഫ് എന്ന് നമുക്ക് പറയാം. ഫസ്റ്റ് ഹാഫിൽ കിട്ടുന്ന ഒരു ത്രില്ലർ ഫീലോ അല്ലെങ്കിൽ ആ ഒരു മാസ് ഫീലോ സെക്കൻഡ് ഹാഫിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല എന്ന് നമുക്ക് പറയാം. ദിലീപ് ഇതിൽ ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും ഡിഫറെൻ്റ് ആയ ഒരു ക്യാരക്ടറായിട്ട് നമുക്ക് ഈ കമ്മാൽ നമ്പ്യാരെ കാണാൻ പറ്റും. പിന്നെ എടുത്തു പറയേണ്ടത് ഈ ഒരു മൂവിയുടെ ആർട്ട് തന്നെയാണ്, പിന്നെ കോസ്റ്റ്യൂമും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ 1945 പീരീഡ് എന്ന് പറയുമ്പോൾ ശരിക്കും ഇതിൻ്റെ ഒരു 1945 ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ്. കാരണം നമ്മളെ ശരിക്കും ആ ഒരു ടൈം പീരീഡിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലുള്ള മൊത്തത്തിലൊരു സെറ്റപ്പാണ്. ഒരു സീരിയസ് ആയി പടത്തിന് എത്രത്തോളം കോമഡി ആക്കാൻ പറ്റും എന്നുള്ള ഈ കാര്യത്തിൽ ഡയറക്ടർ വളരെയധികം സക്സസ്ഫുൾ ആയിട്ട് തന്നെ പറയും. കാരണം ഫസ്റ്റ് ഹാഫിലായാലും അതെ, സീരിയസ് ആയുള്ള കുറേ പ്ലോട്ടുകളുടെ ഇടയിൽ നമ്മളെ ചിരിപ്പിക്കുന്ന കുറേ അധികം, ചെറിയ രീതിയിലാണെങ്കിൽ തന്നെ ചിരിപ്പിക്കുന്ന കുറേ അധികം സാഹചര്യങ്ങൾ, കുറേ ഡയലോഗുകളുണ്ട്. നല്ല കോമഡി മൂവി എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫിലേക്ക് പോവുകയാണെങ്കിൽ ശരിക്കും മൊത്തത്തിൽ കോമഡി തന്നെയായി മാറുകയാണ് പടം. പിന്നെ കുറേ പേര് ഡിസപ്പോയിൻറ്റഡ് ആവണതിൻ്റെ ഒരു കാരണം എനിക്ക് തോന്നി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലരും ട്രെയിലർ കണ്ടിട്ടാണ് ഈ മൂവി കാണാൻ വന്നത്. സത്യം പറയുകയാണെങ്കിൽ ഈ ട്രെയിലർ ഈ മൂവിയോട് മുഴുവൻ ജസ്റ്റിസ് പുലർത്തുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രെയിലറിൽ കാണുന്നതല്ല ഈ മൂവിയിലുള്ളത്. ഈ മൂവി ട്രെയിലറിൽ പറയുന്നതിനേക്കാൾ വളരെയധികം കൂടുതലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഈ പടം കാണുന്നതിന് മുമ്പ് നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾ കണ്ട ട്രെയിലർ ഒന്ന് മറക്കണം. ആ ട്രെയിലറിലുള്ള മൂവി അല്ല അത്. ഒരു എൻ്റർടൈനർ എന്ന രീതിയിൽ നല്ലൊരു മൂവി തന്നെയാണ്. നിങ്ങൾക്ക് എന്തോ നല്ല എൻജോയ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരുടെയും ഒരു ടൈപ്പ് അല്ല ഈ മൂവി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഈ വീഡിയോ ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാം. നിങ്ങളും എൻ്റെ പോലെ സാധാരണക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. എല്ലാവർക്കും വിഷു ആശംസകൾ. നന്ദി.